അപ്പോൾ എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും 6ാം ക്ലാസ്സിൽ നിന്നും 7ാം ക്ലാസ്സിലേക്ക് പോവുകയാണല്ലേ. അപ്പോൾ നമ്മളുടെ യു പിയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ക്ലാസ്സാണ് 7th സ്റ്റാൻഡേർഡ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ വലിയ കുട്ടികളായി ഹൈസ്കൂളിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ 6ാം ക്ലാസ്സിൽ നിന്നും 7ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ 6ാം ക്ലാസ് നമുക്ക് വളരെ ഈസി ആയിരുന്നു അല്ലേ. കാരണം എന്താ, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചേട്ടന്മാരും അല്ലെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പഠിച്ച അതേ കാര്യമാണ് നമ്മൾ 6ാം ക്ലാസ്സിൽ ഇപ്രാവശ്യം പഠിച്ചത്. ആൻഡ് നമുക്ക് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എക്സാം വിന്നർ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ക്ലാസ്സസ് ഒക്കെ തന്ന് നമ്മൾ അടിച്ചു പൊളിച്ച് 6th അടിപൊളിയായിട്ട് മുമ്പോട്ട് പോയി അല്ലേ. പക്ഷേ 7ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. വേറെ ഒന്നല്ല, നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സും ചേട്ടന്മാരും ചേച്ചികളും പഠിച്ചിട്ടുള്ള ബുക്കല്ല നമുക്ക് പഠിക്കേണ്ടത്. പുതിയ ബുക്കാണല്ലേ, ഇതുവരെ ആരും കണ്ടിട്ടൊന്നും ഇല്ലാത്ത പുതിയ ചാപ്റ്റേഴ്സ്, പുതിയ ബുക്കുകളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവില്ല. അയ്യോ, ഇനിയിപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഈ പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം, അപ്പോൾ ഇതിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് ഇപ്പോൾ കിട്ടുക, എങ്ങനെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരികയെന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും, അല്ലെ എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചെടുക്കുക, ബുക്ക് കിട്ടാൻ തന്നെ കുറേ സമയം എടുക്കും. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ടെൻഷൻസും എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കൂടെ എക്സാം വിന്നർ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വർഷവും നമ്മൾ ഒരുമിച്ച് അടിച്ച് പൊളിച്ച് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മളുടെ ബാച്ചിൽ എൻ്റെ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നെങ്കിലും അത് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയറായി അടിപൊളിയായി മനസ്സിലാക്കി തരാൻ നമ്മളുടെ എക്സാം വിന്നർ ഫാമിലി ഇവിടെ അല്ലെ, കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഫുൾ ഓൺ അടിപൊളിയായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഫുൾ ടീച്ചേഴ്സ് റെഡിയാണ്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക, എങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനും ക്വസ്റ്റ്യൻസ് ചെയ്യാനും ഇവിടെ ഫുൾ ഓൺ ഒരു ടീം തന്നെയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും, അത് പഠിപ്പിച്ചു തരും. അത് തന്നെയാണ് എക്സാമിന് വരും ചെയ്യുക. അപ്പോൾ അത്രയും കാര്യം മാത്രം മതി, വേറെ ഒന്നും ചിന്തിക്കേണ്ട. എൻ്റെ കുട്ടികൾ പാരൻസിനോടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക. നമ്മുടെ ബാച്ചിലേക്ക് എൻ്റെ കുട്ടികൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സൃഷ്ടി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ 7th സ്റ്റാൻഡേർഡ് ഫുൾ മാർക്കോട് കൂടെ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ. കുറച്ച് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം എക്സാമിന് നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ വേഗം തന്നെ താഴെ കാണുന്ന നമ്പർ, അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത ഒരുപാട് മക്കളുണ്ട് അല്ലേ. അപ്പോൾ ജോയിൻ ചെയ്തവരെല്ലാവരും താഴെ കമൻറ്റ് ചെയ്യണം. ഓൾറെഡി സൃഷ്ടി ബാച്ച് സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മക്കളെ, ഇതാ ഇവിടെ ഒരു നമ്പർ ഓടിക്കൊണ്ടിരിക്കുന്നില്ലേ, ആ നമ്പറിലേക്ക് വേഗം മെസ്സേജ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സീറ്റൊക്കെ ഒന്ന് ഉറപ്പാക്കുക. ആൻഡ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ പരിപാടിയൊക്കെ ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. ഇല്ലെങ്കിൽ ഓരോ എക്സാം കഴിയുമ്പോഴേക്കും അയ്യോ ഞാനന്ന് ചേർന്നാൽ മതിയായിരുന്നു എന്ന് ചോദിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് നേരത്തെ തന്നെ ജോയിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ വേഗം ഈ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും മക്കളെ ജോയിൻ ചെയ്യുക. എല്ലാവരെയും നമ്മുടെ ബാച്ചിലേക്ക് മിസ് വെൽക്കം ചെയ്യാണ്. ആൻഡ് ബാക്കിയുള്ള എല്ലാ അപ്ഡേറ്റ്സും, എന്തൊക്കെയാണ് പുതിയ ചാപ്റ്റേഴ്സ്, എന്തൊക്കെയാണ് പുതുതായിട്ട് പഠിക്കാനുള്ളത്, എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ചാനലിൽ കൂടെ എൻ്റെ കുട്ടികളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു 7th സ്റ്റാൻഡേർഡ് ഫാമിലി. അപ്പം വെൽക്കം മക്കളെ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. ടാറ്റാ, താങ്ക് യു.